രാജ്യത്ത് ക്രൈസ്തവ ദേവാലയങ്ങൾക്കെതിരായ അക്രമത്തിന്റെ കണക്കുകൾ കൈവശമില്ലെന്ന് കേന്ദ്ര സർക്കാർ. എത്ര ദേവാലയങ്ങൾ ആക്രമിക്കപ്പെട്ടെന്ന് അറിയില്ല. ഇത് സംസ്ഥാന വിഷയമാണെന്നും ആണ് കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി കിരൺ റിജിജുവിന്റെ മറുപടി. മണിപ്പൂർ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ എ റഹീം എംപിക്ക് രേഖാമൂലം നൽകിയ മറുപടിയിലാണ് കേന്ദ്രമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. പി ആർ സുനിലുണ്ട് വിശദാംശങ്ങളുമായി. പി ആർ സുനിൽ, എന്തായാലും ഇത്രത്തോളം മണിപ്പൂരിൽ ആക്രമണം, സംഘർഷമൊക്കെ കനത്ത സാഹചര്യം നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി. ഇപ്പോൾ നൽകിയിരിക്കുന്ന വിശദീകരണം ഇതാണ്: രാജ്യത്ത് നടന്ന ഒരു ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് നേരെ നടന്ന സംഘർഷങ്ങളിൽ ഒരു കണക്കും ഇല്ല എന്ന് തന്നെയാണോ കേന്ദ്രത്തിന്റെ മറുപടി? എന്താണ് വിശദീകരണം നൽകുന്നത്? തീർച്ചയായും കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി കിരൺ റിജിജുവാണ് ഇന്ന് രാജ്യസഭയിൽ ഈ മറുപടി നൽകിയിരിക്കുന്നത്. എ റഹീം MP നൽകിയ ചോദ്യത്തിനുള്ള രേഖാമൂലമുള്ള മറുപടിയിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ പക്കൽ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് നേരെ, ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് നേരെ നടന്ന അക്രമങ്ങൾ സംബന്ധിച്ചുള്ള യാതൊരു കണക്കും ഇല്ല എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. നമുക്കറിയാം, മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലും മണിപ്പൂരിലുമൊക്കെ തന്നെ വലിയ തോതിൽ ക്രൈസ്തവ ദേവാലയങ്ങൾ ആക്രമിക്കപ്പെട്ടിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് എ റഹീം MP ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം രേഖാമൂലം രാജ്യസഭയിൽ നൽകിയത്. ഏതായാലും കേന്ദ്ര സർക്കാർ ഇപ്പോൾ വിശദീകരിക്കുന്നത് ഇത് സംസ്ഥാന വിഷയമാണ്, സംസ്ഥാന സർക്കാരുകളുടെ കൈകളിലാണ് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടും വിവരങ്ങളും ഉണ്ടാവുക. കേന്ദ്ര സർക്കാരിൻ്റെ പക്കൽ ഇതുമായി ബന്ധപ്പെട്ട വിവരം ഇല്ല എന്നാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി വിശദീകരിച്ചിരിക്കുന്നത്. അതേസമയം എ റഹീം തന്നെ നേരത്തെ ഒരു ചോദ്യം ഉന്നയിച്ചിരുന്നു. രാജ്യത്ത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് നേരെ നടക്കുന്ന അക്രമങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൈമാറണമെന്ന്. അതിന് കൃത്യമായ വിവരം കേന്ദ്ര സർക്കാർ നൽകിയിട്ടുമുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ മാത്രം കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് ഇരട്ടത്താപ്പാണെന്നാണ് എ റഹീം ആരോപിക്കുന്നത്.